ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊറിയൻ മാൻവിയായ ലുക്കിസം എന്ന സീരീസിന്റെ എപ്പിസോഡ് 6 ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമിയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുക്കിസം സീസൺ 1 എപ്പിസോഡ് 6. LKS എന്റർടൈൻമെന്റിൽ ആ ജിൻഹോബിൻ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഡയറക്ടർ അവന്റെ റാപ്പിംഗ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ബോസും ഇതുവരെ വന്നതിൽ ഇവനാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവനാണോ അവസാനത്തേത് എന്ന് ചോദിക്കുമ്പോൾ ഒരു അപ്ലിക്കേഷനും കൂടി കൊടുക്കും. ആ പയ്യന്റെ ഫോട്ടോ കാണുന്ന സമയത്ത് തന്നെ അയാൾ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ പയ്യന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ട ആളെ കിട്ടി, ഇനി ഓഡീഷൻ വെക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഞാൻ പാടിയിട്ട് കൂടിയില്ലല്ലോ, എനിക്കൊരു ചാൻസ് തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ബോസ് അങ്ങോട്ട് വന്നിട്ട് ഐ ആം സോറി, പക്ഷെ ഇതാണ് ബിസിനസ് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടാവും. ഡോക്കിയോ ആണെങ്കിൽ അതിന്റെ വിഷമത്തിൽ വന്നോണ്ടിരിക്കുകയായിരിക്കും. ഈ ലോകത്ത് ആരും എന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നും ചിന്തിച്ച് അവൻ റിലിക്സ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോ അത് കേട്ടിട്ട് ഒരു പെണ്ണാണെങ്കിൽ ഇവിടെ ഒരു പയ്യൻ അനിമി സോങ്ങിന്റെ റിലിക്സ് പാടുകയെന്നാ തോന്നുന്നത് എന്ന് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് കുറുകെ ഒരു പൂച്ച വരുമ്പോ ബസ്സും സഡൻ ബ്രേക്ക് പിടിച്ച് നിർത്തും. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ പെണ്ണാണെങ്കിൽ നോ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്തൊക്കെ ആരെങ്കിലും ഇരിക്കോ എന്ന് പിറുപിറുത്തോണ്ട് പോകുന്നുണ്ടാവും. ബാക്കിലുള്ള ആൾക്കാർ അത് കണ്ട് അവനെ കളിയാക്കുന്ന സമയത്ത് ഡോക്കിയോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ റിലിക്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അവൻ വീട്ടിലെത്തുമ്പോഴും റിലിക്സിനെ കുറിച്ച് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കും. മുത്തശ്ശിന്റെ അടുത്ത് ഇനി കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യുമെന്ന് അവൻ പറയുന്നുണ്ടാവും. പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെയാണെങ്കിൽ 10th ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവും. ഡോക്കിയോ അത് ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോ ഹീറോ ഡോക്കിയോന്റെ അടുത്ത് ഹായ് എന്ന് പറഞ്ഞ സമയത്ത് ഇവൻ വലിയ കമ്പനി ഓണർ ആണെന്നാണല്ലോ കേട്ടത് എന്ന് പറയുമ്പോ അതിലുള്ള ഒരു പെണ്ണ് എന്നിട്ടെന്താ ഇവൻ ഡോക്കിയെ പോലത്തെ പയ്യന്മാരുടെ അടുത്ത് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ കൂടെയുള്ള പെണ്ണ് ഇതുപോലത്തെ അടിമണം നമ്മളെ കീഴിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജോലി എളുപ്പമാവും എന്ന് പറയുമ്പോ ഡോക്കിയോ അത് കേട്ട് ടെൻഷനായിട്ട് നീ എന്തിനാ എന്റെ അടുത്ത് ഫ്രണ്ട്സിനെ പോലെ ആക്ട് ചെയ്യുന്നത്, എല്ലാരും ഇത് വിയേർഡായിട്ടാ നോക്കുന്നത് എന്ന് പറയും. ഡോക്കിയോ ക്ലാസ്സിൽ നിന്ന് റിലിക്സ് ചെയ്യുന്ന സമയത്ത് അതില് റൈംസ് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവില്ല. ആ സമയത്ത് ആ ജിൻഹോബിനെ അങ്ങോട്ട് വന്നിട്ട് ആ ഡെസ്ക് ചവിട്ടി തെറിപ്പിച്ച് നിന്നെ ആ ഓഡീഷന് പാടാൻ പോലും സമ്മതിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും റിലീക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവന്റെ കൂടെയുള്ള ഫ്രണ്ട് ഇവനും ഓഡീഷന് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ജിൻഹോബിനും വന്നിട്ടുണ്ടായിരുന്നു, ഇവൻ അവിടെ നിന്ന് എന്നെ കാണുമ്പോൾ വല്ല പരിചയഭാവവും കാണിക്കുമെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു, ഭാഗ്യത്തിന് അങ്ങനെയൊന്നും നടന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഡോക്കിയോ ആണെങ്കിൽ ആ ബുക്ക് എടുക്കാൻ നോക്കുമ്പോൾ ഞങ്ങള് പറയണ കേൾക്കാതെ എന്താണ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ജിൻഹോബിൻ ഡോക്കിയോനെ ചവിട്ടുന്നുണ്ടാവും. അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവന്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നുണ്ടാവും. സ്കൂൾ വിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഡോക്കിയോ ആ ഫെസ്റ്റിവലിന്റെ ഒരു അപ്ലിക്കേഷൻ ഫോം എടുക്കുന്നുണ്ടാവും. അവൻ പോകുന്ന വഴിയില് മുത്തശ്ശി ഡോക്കിയോനെ കാണുന്ന സമയത്ത് ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നിനക്ക് വിശക്കുന്നുണ്ടാവൂലേ, എന്തെങ്കിലും കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് ഡോക്കിയോ ആണെങ്കിൽ വേണ്ട, ഇതൊക്കെ വിൽക്കാൻ വെച്ചതല്ലേ എന്ന് പറയും. ആ സമയത്ത് ആ ജിൻഹോബിനും ഗ്യാങ്ങും അങ്ങോട്ട് വന്നിട്ട് മുത്തശ്ശിയാണെങ്കിൽ ഇത് ഡോക്കിയോന്റെ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിട്ട് മക്കളെ വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് അവരും നല്ല വിശപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അടിച്ച് കയറ്റുന്നുണ്ടാവും. അതിലുള്ളൊരു പയ്യൻ ഇതിനൊക്കെ ബില്ല് പേ ചെയ്യേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേറൊരു പയ്യനാണെങ്കിൽ ഇതൊക്കെ അവന്റെ മുത്തശ്ശീന്റെ ചെലവല്ലേ എന്ന് പറയുമ്പോൾ ജിൻഹോബിനാണെങ്കിൽ ആദ്യം വയറിറക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഫുള്ള് തീർക്കുന്നുണ്ടാവും. മുത്തശ്ശിയാണെങ്കിൽ നിങ്ങൾ വളരുന്ന പിള്ളേരല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പാഴ്സലായിട്ടും കുറെ ഫുഡ് കൊടുക്കുന്നുണ്ടാവും. എന്നാൽ ഡോക്കിയോ അത് കണ്ടിട്ട് മുത്തശ്ശി ഇത് നമുക്ക് വിൽക്കാനുള്ളതല്ലേ എന്ന് പറയാൻ നിൽക്കുമ്പോഴത്തേക്കും മുത്തശ്ശിയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, കട കാലിയായി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോവാലോ എന്ന് പറയുമ്പോൾ ആ പയ്യന്മാരും ഇത്രയും ഹെൽത്തിയും ടേസ്റ്റി ആയ ഫുഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളൊരു റെസ്റ്റോറന്റ് തുറക്കുമായിരിക്കുമല്ലേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതേപോലത്തെ ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിക്കാലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ നിങ്ങൾ വരുന്നതിൽ എനിക്കും സന്തോഷമാണ് എന്ന് പറയും. ജിൻഹോബിനാണെങ്കിൽ ഡോക്കിയോന്റെ അടുത്ത് നമുക്ക് നാളെ ക്ലാസ്സിന് കാണാന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടുള്ള പയ്യന്മാരായിട്ട് പോകുന്ന സമയത്ത് അവന്റെ മുത്തശ്ശി എന്ന ഫുഡൊക്കെ വലിച്ചെറിയുന്നുണ്ടാവും. അത് കാണുന്ന സമയത്ത് ഡോക്കിയോക്കും വിഷമാവുന്നുണ്ടാവും. പിറ്റേ ദിവസം ഡോക്കിയോ ക്ലാസ്സിലോട്ട് വരുമ്പോ ജിൻഹോബിന്റെ ഫ്രണ്ട്സിൽ ഒരുത്തൻ ഇന്നലെ നൈറ്റ് കഴിച്ച ഫുഡ് കാരണം എനിക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോ കൂടുള്ള പയ്യനാണെങ്കിൽ ആ ഫുഡ് കഴിച്ച ശേഷം എനിക്ക് വിശപ്പേ വന്നിട്ടില്ല ഗൈസ്, നിങ്ങൾ ആരും ജീവിതത്തിൽ ഒരിക്കലും അവിടുന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ഡോക്കിയോ ടെൻഷൻ ആവുന്നുണ്ടാവും. ആ സമയത്ത് ആ
ജിൻഹോബിൻ അങ്ങോട്ട് വന്നിട്ട് എന്താടാ വാതിലിന് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ ക്ലാസിന്റെ ഉള്ളിലോട്ട് തള്ളിയിടുന്നുണ്ടാവും. ലഞ്ച് ബ്രേക്ക് ആവുന്ന സമയത്തും അവര് ഡോക്യോനെ ബുള്ളി ചെയ്യായിരിക്കും. നമ്മളെ തടിയന്റെ ആഗ്രഹം എന്താണെന്നറിയോ? അവന് ഫെസ്റ്റിവലിന് പാട്ട് പാടണം പോലും എന്ന് പറഞ്ഞിട്ട് ആ അപ്ലിക്കേഷൻ ഫോം ചൂട്ടിക്കൂട്ടി അവന്റെ മേത്തേക്ക് എറിഞ്ഞിട്ട് നീയൊക്കെ പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് ഞങ്ങളെ ക്ലാസ്സിന് അപമാനാണ് എന്ന് പറയുമ്പോ ജീഹോ അത് കണ്ടിട്ട് നിന്റെ കൂടെ ഫ്രണ്ട് ആവുന്നതിന് മുമ്പ് എനിക്കും ഇതായിരുന്ന അവസ്ഥ എന്ന് പറയുമ്പോ ഹീറോയും പഴയ സ്കൂളിൽ ഇതേ അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നേ എന്ന് ചിന്തിക്കും. ജിൻഹോബിനാണെങ്കിൽ പോയി ഫുഡ് എടുത്തുകൊണ്ടുവരാൻ പറയുന്ന സമയത്ത് അവനും അത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോ ഹീറോയും എന്നാ ഇവിടെ വന്ന ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ എവിടെ പോയാലും എന്നെ പോലത്തെ ഒരാൾ അവിടെ ഉണ്ടാവും എന്ന് ചിന്തിക്കും. ജിൻഹോബിന്റെ ഫ്രണ്ട്സ് തന്നെ നീ എന്തിനാ ഡോക്യോനെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ ശീലായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഡോക്യോനെ അടിക്കുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അടുത്ത സോങ്ങിനുള്ള റിലിക്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡോക്യോനെ കളിയാക്കുന്നുണ്ടാവും. ഡോക്യോന്റെ അടുത്ത് നീ എന്താ ആലോചിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനോട് പോയി വെള്ളം എടുത്തോണ്ടിരാൻ പറയുന്ന സമയത്ത് ഹീറോയും ഇതുപോലെ ചില ആൾക്കാരുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും അവര് തന്നെ ഡിസൈഡ് ചെയ്യും, ഞാൻ ഈ പുതിയ ബോഡി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഡോക്യോനെ കാല് വെച്ച് വീഴ്ത്തിയിടുന്ന കാണുമ്പോ ഹീറോ ടെൻഷനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ജിൻഹോബിനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഹീറോയും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവന്റെ കൂടെ ഹോൺജയും വന്നിട്ടുണ്ടാവും. ജിൻഹോബിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ നിന്നോട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേടാ എന്ന് പറയുമ്പോ ലീജിങ് സോങ്ങും അങ്ങോട്ട് വന്നിട്ട് നിന്നെ എനിക്ക് തനിച്ചാക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞ് ഹീറോന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നീ എന്തിനാ ഇതിൽ ഇടപെടുന്നേ എന്ന് ചോദിക്കുമ്പോ ജിൻഹോബിനാണെങ്കിൽ എനിക്കറിയാം അവനും ഫൈറ്റ് ചെയ്യുന്ന ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോ ഹാനല് വറീഡ് ആവുന്ന സമയത്ത് ലീജിങ് സോങ് അവളോട് ഞാൻ ഫൈറ്റ് ഒന്നും ചെയ്യൂല എന്ന് പറയും. ഹീറോയും ഡോക്യോനെ മര്യാദക്ക് എന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വിട്ടേക്ക് എന്ന് പറയുന്ന സമയത്ത് നീ ആരെ കൂടെ കളിക്കുന്നതെന്ന് നിനക്ക് അറിയില്ല എന്ന് പറയുമ്പോ വാസ്കോ അങ്ങോട്ട് വന്നിട്ട് നിനക്കാണ് നീ ആരെ കൂടെ കളിക്കണേന്ന് അറിയാത്ത എന്ന് പറയുമ്പോ വാസ്കോനെ കാണുന്ന സമയത്ത് ജിൻഹോബിൻ നീ ഒരു ഗ്യാങ്ങിന്റെ കൂടെ ഒറ്റക്ക് ഫൈറ്റ് ചെയ്ത് ബെഡ് റെസ്റ്റിലാണെന്നാണല്ലോ ഞാൻ കേട്ടെ എന്ന് ചോദിക്കുമ്പോ വാസ്കോ ആണെങ്കിൽ അതൊരു ഗ്യാങ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോനെ നോക്കുന്ന സമയത്ത് ഹീറോയും അവന്റെ മനസ്സിൽ ഞാൻ കാരണമാണോ ഇത്രയും നാൾ അവൻ ബെഡ് റെസ്റ്റിലായത്, ഇനി അതിനവൻ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയാണോ വന്നത് എന്ന് ചിന്തിക്കുകയായിരിക്കും. വാസ്കോ അവന്റെ ഫോണ് ടീംമേറ്റിനെ എടുത്ത് കൊടുത്തിട്ട് ഇത് വീണ് കഴിഞ്ഞാൽ നന്നാക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് സേഫ് ആയിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ജിൻഹോബിന്റെ അടുത്ത് ഏയ് ആദ്യം നിന്റെ കണ്ണാടി എടുത്ത് മാറ്റടാ എന്ന് പറയുമ്പോ ജിൻഹോബിനും ടെൻഷനായിട്ട് നിങ്ങളൊക്കെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു പ്ലേറ്റിലേക്ക് കിക്ക് ചെയ്തിട്ട് ദേഷ്യത്തോടെ പോകുന്നുണ്ടാവും. അത് കാണുന്ന സ്റ്റുഡൻസ് എല്ലാം വാസ്കോയും ലീജിങ് സോങ്ങും പാർക്യോൻസുക്കും ഒന്നായി കഴിഞ്ഞാൽ ജിൻഹോബിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടാവും. വാസ്കോ അന്നത്തെ കാര്യത്തിന് സോറി എന്ന് പറയുമ്പോ വാസ്കോ നീ എന്തിനാ ഈ പയ്യനെ രക്ഷിക്കാൻ വന്നേ എന്ന് ചോദിക്കുമ്പോ ഹീറോ ആണെങ്കിൽ എനിക്ക് നോക്കി നിൽക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്ന സമയത്ത് ഓ നിന്റെ സർവന്റിനെ നിനക്ക് മാത്രമേ തല്ലാൻ പാടുള്ളൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റിന് തയ്യാറെടുക്കാൻ നിൽക്കുമ്പോ അവന്റെ ടീംമേറ്റ് അത് തടുക്കും. ഇത് ഫൈറ്റ് ചെയ്യാനുള്ള സമയമല്ല, ഡോക്കിയോ വിഷമിച്ചിരിക്കുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോ അവന്റെ ടീംമേറ്റും നമുക്ക് അവനെ അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറയുന്ന സമയത്ത് വാസ്കോയും അത് കേട്ടിട്ട് നിന്നെ ഞാൻ നെക്സ്റ്റ് ടൈം വെറുതെ വിടൂല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. അത് കാണുന്ന രണ്ട് പയ്യന്മാരാണെങ്കിൽ വാസ്കോ പറഞ്ഞ കേട്ടില്ലേ നിന്നെ ഞാൻ നെക്സ്റ്റ് ടൈം വെറുതെ വിടൂലെന്ന് എന്ന് പറഞ്ഞ് വാസ്കോനെ കളിയാക്കുന്നുണ്ടാവും. മീജിങ് ആണെങ്കിൽ ലീജിങ് സോങ്ങിനെ നോക്കുമ്പോ അവനും ബ്ലഷ് ആവുന്നുണ്ടാവും. ഹീറോന്റെ അടുത്താണെങ്കിൽ ഗേൾസ് ഒക്കെ വന്നിട്ട് നീ ശരിക്കും ഒരു ഹീറോ ആണ്, നീ ആ പാവപ്പെട്ട പയ്യനെ രക്ഷിക്കാനല്ലേ ഇതൊക്കെ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് അവനെ പ്രശംസിച്ച് തള്ളിക്കൊണ്ടിരിക്കുമ്പോ ഹീറോ അവിടെ നിന്നൊക്കെ മാറി ഡോക്യോന്റെ അടുത്ത് വന്നിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ ഡോക്കിയോ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ടാവും. ഹീറോ ആണെങ്കിൽ ആ താഴെ കിടക്കണ ആപ്ലിക്കേഷൻ ഫോം എടുത്തിട്ട് അവന്റെ വീട്ടിലേക്ക് വന്ന് ഇന്ന് നടന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്നെ ഇപ്പൊ ആരും ബുള്ളി ചെയ്യുന്നില്ല, എന്നാ ഇപ്പോഴും ധാരാളം ആളുകൾ ആ ബുള്ളിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ പുതിയ ബോഡി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, എന്നാ റിയാലിറ്റി ഇപ്പോഴും മാറിയിട്ടില്ല. എന്റെ ശരീരം രണ്ടാണെങ്കിലും എന്റെ മനസ്സ് എപ്പോഴും ഒന്നാണ് എന്നൊക്കെ ഹീറോ നല്ലോണം അഗാധമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം അവൻ സ്കൂളിൽ ഡോക്കിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. രണ്ട് ഗേൾസ് ആണെങ്കിൽ ഇന്നലെ യോൺസുക്കിന്റെ ടെറർ ലുക്ക്
ലുക്ക് കണ്ടിട്ട് ജിൻഹോബിൻ പേടിച്ചെന്നാ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും. ഡോക്യോനെ കാണുന്ന സമയത്ത് ആ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോ അവനാണെങ്കി നീ എന്തിനാ നല്ലവനെ പോലെ ആക്ട് ചെയ്യുന്നേ, നീ ഇതൊക്കെ വെറും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയല്ല ചെയ്യുന്നേ, നീ അന്ന് പറഞ്ഞില്ലേ ഞാനും നീയും ഒരേപോലെയാണെന്ന്, എന്നാൽ സത്യത്തില് നമ്മൾ തമ്മിൽ ധാരാളം വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോ ഹീറോക്കൊന്നും പറയാൻ കിട്ടുന്നുണ്ടാവില്ല. ഡോക്യോ ആണെങ്കി നീയും എന്നെ യൂസ് ചെയ്തോ, എന്നെ വിഡ്ഡീനെ പോലെ ഡോഗിനെ പോലെ എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്തോ, അതൊന്നും എന്നെ തളർത്തൂല. എന്റെ ഈ സഫറിങ് എല്ലാം ഞാൻ എന്റെ റാപ്പിന്റെ റിലിക്സ് ആക്കി എഴുതും എമനമിനെ പോലെ എന്ന് പറയുമ്പോ ഹീറോ എമനമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്യോയും അതെ, പാവപ്പെട്ടവനായ കാരണം അദ്ദേഹം ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട്, എന്നാൽ അദ്ദേഹത്തിന്റെ റാപ്പിംഗ് സ്കിൽസ് കാരണം ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ട് നമുക്ക് കേൾക്കാൻ മാത്രല്ല അത് മനസ്സുകൊണ്ട് അനുഭവിക്കാനും കഴിയും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഈ കൊല്ലത്തെ ഫെസ്റ്റിവലിന് ഹോബിനും ജോങ്കിയും ഒരുമിച്ചാണല്ലോ പെർഫോം ചെയ്യുന്നത് എന്ന് പറയുമ്പോ ജിൻഹോബിനും അതെ, ഞങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്യുകയും ചെയ്യും, ഫസ്റ്റ് പ്രൈസ് അടിക്കുകയും ചെയ്യും, പിന്നെ LKS എന്റർടൈൻമെന്റിന്റെ ഓണർ ഇത് കാണാൻ വരുന്ന കാരണം കണ്ണ് തള്ളുന്ന പെർഫോമൻസ് ആയിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുക എന്ന് പറയുമ്പോ ആ സ്റ്റുഡൻസ് ഒക്കെ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ വലിയ സെലിബ്രിറ്റി ആവുമല്ലേ എന്ന് പറയുന്നുണ്ടാവും. എന്നാൽ ജിൻഹോബിനാണെങ്കിൽ നമ്മുടെ ഡോക്യോ റിലിക്സ് ചെയ്യുന്ന കണ്ട് ടെൻഷൻ ആവുന്നുണ്ടാവും. സ്കൂള് വിട്ട ശേഷം ഡോക്യോനെ അവർ പന്നിക്കിട്ടിട്ട് അവന്റെ റിലിക്സിന്റെ ആ ബുക്ക് എടുത്ത് വലിച്ചു കീറുന്നുണ്ടാവും. ഈ പന്നിയൊക്കെ എങ്ങനെ മനുഷ്യനായത്, ഇവനൊക്കെ വെറും തല്ലുകൊള്ളാൻ മാത്രം ജനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്യോനെ ഒരുപാട് കളിയാക്കിയിട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക. ഹാനല് ഹീറോന്റെ അടുത്ത് നിനക്ക് വൈകുന്നേരം എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോ ഹീറോ ആണെങ്കിൽ ആ വോക്കൽ ഡാൻസ് ക്ലാസ്സിലെ പയ്യന്മാരുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായത് ടീച്ചർ കണ്ട കാരണം എനിക്ക് ക്ലീനിങ് ഡ്യൂട്ടി തന്നു എന്ന് പറയുമ്പോ ഹാനലാണെങ്കിൽ അത് നിന്റെ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ പോയത് എന്ന് ചോദിക്കുമ്പോ ഹീറോ ആണെങ്കിൽ ഫെസ്റ്റിവലിന്റെ പോസ്റ്ററിലോട്ടായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. അത് എന്താ എന്ന് ചോദിക്കുമ്പോ ഹാനലാണെങ്കിൽ ഈ ഫെസ്റ്റിവലില് നിനക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, നിനക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്ന് പറയുമ്പോ ഹീറോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവള് ഞാനും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോ ഹീറോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും. എന്നാൽ ഹാനലാണെങ്കിൽ എന്റെ മനസ്സ് എപ്പോഴും നിനക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് റൊമാൻറ്റിക് മൂഡിൽ ഇരിക്കുകയായിരിക്കും. ഹീറോ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഹാനൽ പറഞ്ഞത് ചിന്തിച്ചിട്ട് അവൻ സ്റ്റേജിൽ പാടുന്ന പോലെ ഇമാജിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ അവന്റെ ഹാർട്ട് വല്ലാണ്ട് ഇടിക്കുന്നുണ്ടാവും. എന്നെ കൊണ്ടൊന്നും ഇത് പറ്റൂല, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ പാട്ട് പാടാറുണ്ട്, എന്നാൽ ഇത്രയും ആളുകളെ മുന്നിൽ ഒരിക്കലും പാടുന്നു ഞാൻ ഇമാജിൻ പോലും ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവന്റെ അമ്മ യോൻസുക് നിന്റെ ശബ്ദം വളരെ മധുരമാണ് എന്ന് പറഞ്ഞത് ഹീറോയ്ക്ക് ഓർമ്മ വരും. അമ്മ, നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഹീറോ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഡോക്കിയോയും അവന് എമനമാവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഹീറോ ആ ആപ്ലിക്കേഷൻ ഫോമിലോട്ട് നോക്കുന്ന സമയത്ത് അവന് ഡോക്കിയോ പറഞ്ഞൊക്കെ ഓർമ്മ വരും. നീയും എന്നെ ഇഡിയറ്റ് ആയിട്ടോ ഡോഗായിട്ടോ എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്തോ, അതൊന്നും എന്നെ തളർത്തൂല എന്ന് പറഞ്ഞത് ഹീറോ മനസ്സിൽ ചിന്തിച്ചിട്ട് ഡോക്കിയോക്ക് ഈ ഫെസ്റ്റിവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചിന്തിക്കും. ഹീറോ ഞാനും സാഡ് ആയിരിക്കുമ്പോഴും പെയിൻഫുൾ ആയിരിക്കുമ്പോഴും എന്നെ സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി പാടാറുണ്ട് ഈ പാട്ട്. 맞아, 난 지금 이 순간을 더 소중히 여기지 못한 것 같아. 내가 놓친 거는 날 언제나 생각해. 주는 가족들의 love 난 볼 수 있어. 마치 내 눈앞에 있는 것처럼. Oh yeah, 난 볼 수 있어. 괜찮아. Hey. എന്ന് പറഞ്ഞ് അവൻ പാട്ട് പാടി തീരുമ്പോ ഡോക്കിയോ ബാക്കിലുള്ളത് കണ്ടിട്ട് ഹീറോയ്ക്ക് എംബാരസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. നീ എപ്പോഴാ വന്നേന്ന് ഡോക്കിയോനോട് ചോദിക്കുമ്പോ അവനാണെങ്കിൽ കരയുന്ന സമയത്ത് ഹീറോ ആ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും. അവനും അത് വാങ്ങിയിട്ട് നിനക്ക് എന്റെ കൂടെ പെർഫോം ചെയ്യാൻ കഴിയോ എന്ന് ചോദിക്കുമ്പോ ഹീറോയും ഷോക്കായിട്ട് എന്ത് എന്ന് പറയുന്നതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ആക്ച്വലി ഗൈസ്, കുറെ ദിവസം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്
എക്സാം ആയതുകൊണ്ടാണ്. ഇനി ഞാൻ ഉറപ്പായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായവും കമന്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗായ്സ്.